الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന യഥാർത്ഥ മുത്തഖികളും മുവഹ്ഹിദുകളുമായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സ്വാദ്, അതിലെ 27-ാമത്തെ വചനമാണ് ഞാൻ ഓതി വെച്ചത്. വമാ ഖലഖ്നസ് സമാഅ വൽ അർള, ആകാശത്തെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ബൈനഹുമാ, അത് രണ്ടിന്റെയും ഇടയിലുള്ളവയെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ബാത്തില, ഒരാവശ്യവുമില്ലാതെ നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. ദാലിക ദന്നുല്ലദീന കഫറു, അങ്ങനെ നിരർത്ഥകമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതെന്തിനാണ് ഇങ്ങനെ സൃഷ്ടിച്ചത് എന്നുള്ള ഭാവന, ഊഹം, അത് സത്യനിഷേധികളുടെ ഊഹമാണ്. ആകയാൽ സത്യനിഷേധികൾക്ക് നരകശിക്ഷയാലുള്ള മഹാനാശമാണുള്ളത്. ഇതാണ് ഈ വചനത്തിന്റെ സാരം. ഇന്ന് ജൂൺ 5. ജൂൺ 5-ന്റെ സവിശേഷത നമുക്കെല്ലാവർക്കും അറിയാം. ലോക പരിസ്ഥിതി ദിനമാണ്. എന്താ ഇപ്പൊ ലോക പരിസ്ഥിതി ദിനവും പരിശുദ്ധ ഇസ്ലാമും അല്ലെങ്കിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം എന്നായിരിക്കാം നമ്മൾ ചിന്തിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പരിസ്ഥിതിയോടുള്ള നല്ല മനോഭാവം ജൂൺ 5-ന് മാത്രമുണ്ടായാൽ പോരാ. അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിലയിലാണ് ഇസ്ലാം അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് അല്പസമയം ഒന്ന് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്.
അപ്പൊ ഇവിടെ ഓതി വെച്ച വചനത്തിൽ തന്നെ പറഞ്ഞതുപോലെ ആകാശമാകട്ടെ ഭൂമിയാകട്ടെ അതിനിടയിലുള്ളവയാകട്ടെ അതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. അപ്പൊ ആ സൃഷ്ടികർത്താവിന് അതിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ദിനം ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും കുറച്ചൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, പരിസര ബോധത്തെക്കുറിച്ച് പരിസ്ഥിതിയെ കുറിച്ചുള്ള അവബോധം ഉണ്ടാക്കുന്നു, പരിസര മലിനീകരണം ഉണ്ടാകരുത് എന്ന ബോധവൽക്കരണം നടത്തുന്നു, ജലാശയങ്ങൾ കാത്തു സംരക്ഷിക്കണം എന്ന അവബോധം ഉണ്ടാക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങളിലൂടെ, ചിലപ്പോൾ ലേഖനങ്ങളിലൂടെ, ഉത്ബോധനങ്ങളിലൂടെ അത് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് അവസാനിക്കും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം നട്ട ഒരു മരം ഈ വർഷം ഉണ്ടോ എന്ന് ആരും തന്നെ നോക്കാറില്ല. നോക്കുന്നവരുണ്ടായേക്കാം, അതിനെ പരിലാളിക്കുകയും അതിനെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരും ഉണ്ടായേക്കാം. ഇത് കണ്ണടച്ച് നിഷേധിക്കുകയല്ല. പക്ഷെ സംഭവിക്കുന്നത് ഈ ഒരു ദിവസം കൊണ്ട് ഒരു മരം നട്ടുപിടിപ്പിച്ചത് കൊണ്ട് അങ്ങോട്ട് അവസാനിക്കുകയാണ്. ഇന്നിപ്പോ നമ്മുടെയൊക്കെ എല്ലാ സ്കൂളുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ മുന്നിലും ഒക്കെ ഈ സംഭവം ഇന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ഒക്കെ അതിന്റെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല എന്ന് നാം മനസ്സിലാക്കുക. കാരണം ഈ പരിസര മലിനീകരണത്തെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള അവബോധത്തെക്കുറിച്ചും അത് കൃഷിയെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ചും ഒക്കെ ഉള്ള കാഴ്ചപ്പാടുകളും കണ്ടെത്തലുകളും ലോകരാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചിട്ട് ഏറിയാൽ ഒരു 50-60 വർഷമേ ആയിട്ടുണ്ടാവുകയുള്ളൂ. വന്യജീവി സംരക്ഷണം 1970-ലാണ് അത്രേ നിയമമായി വരുന്നത്. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഒരു 60 വർഷത്തിന്റെ പഴക്കമേ ഉള്ളൂ. പക്ഷേ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു തന്ന ഈ പ്രകൃതി, ഈ ലോകം, ഇതിലെ ആവാസ വ്യവസ്ഥ, ഇവിടുത്തെ മനുഷ്യർ, ജീവജാലങ്ങൾ, സസ്യലതാദികൾ തുടങ്ങി എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെയുള്ള മൂല്യവത്തായ സമീപനവും അതിന്റെ സംരക്ഷണവും 14 നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഇതാണ് നാം ഇവിടെ വിലയിരുത്തുമ്പോൾ ആദ്യമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് എന്ന് നാം മനസ്സിലാക്കുക. അത് നാം മൊത്തത്തിൽ വിലയിരുത്തിയാൽ, പരിശോധിച്ചു നോക്കിയാൽ, പ്രകൃതി മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, പവിത്രമായ അമാനത്ത്. ഇത് പറയുമ്പോൾ ഒത്തിരി ഗൗരവമുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിന്റെ ശുദ്ധീകരണവും അതിന്റെ മലിനീകരണമില്ലായ്മയും ഒക്കെ ഒരു ബാധ്യതയായി മാറുകയാണ്, ഉത്തരവാദിത്വമായി മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, സൃഷ്ടാവായ അല്ലാഹു എന്ത് സൃഷ്ടിച്ചതും ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ്. ആ കാഴ്ചപ്പാടിന് ഹാനികരമാകുന്ന യാതൊന്നും തന്നെ മനുഷ്യരിൽ നിന്നുണ്ടാകാവതല്ല എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് ഇതൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് നിരർത്ഥകമായിട്ടല്ല എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ്. അതാണ് സൂറത്തു സാദിലെ വചനത്തിന്റെ ആദ്യ ഭാഗത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കിയത്. ഇനി വിശുദ്ധ ഖുർആനിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കുന്ന 2 പ്രധാന പ്രഖ്യാപനങ്ങൾ കാണാം. അതൊന്ന് സൂറത്തുൽ അംബിയായിലെ 16-ാമത്തെ വചനമാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വമാ ഖലഖ്നസ് സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശത്തെയും ഭൂമിയെയും അത് രണ്ടിന്റെയും ഇടയിലുള്ളതിനെ ഒരു കളിയായിട്ടല്ല, ഒരു വിനോദമായിട്ടല്ല നാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് അവിടെ പറഞ്ഞത്. സൂറത്തു ദുഖാൻ 44-ാമത്തെ അധ്യായം അതിലെ 38, 39 വചനങ്ങളിൽ അല്ലാഹു പറയുന്നത് വമാ ഖലഖ്നസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ എന്നാണ്. ആകാശങ്ങളെയും ഭൂമിയെയും നാം സൃഷ്ടിച്ചിട്ടില്ല, അത് രണ്ടിന്റെയും ഇടയിലുള്ളതിനെയും ഒരു വിനോദമായി, തമാശയായി, കളിയായിട്ടല്ല നാം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഗൗരവത്തെ സൂചിപ്പിക്കുകയാണ്. മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ശരിയായ ഉദ്ദേശത്തോടും ശരിയായ ലക്ഷ്യബോധത്തോടും കൂടി അല്ലാതെ അവയെ നാം സൃഷ്ടിച്ചിട്ടില്ല. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ ജനങ്ങളിൽ അധിക പേരും അത് അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നാണ് അവിടെ സൂചിപ്പിച്ചത്. പിന്നെ നമുക്കൊക്കെ സുപരിചിതമായ സൂറ ആല ഇംറാനിലെ അവസാനത്തെ വചനങ്ങളുണ്ട്.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇതെപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. പക്ഷെ ഇത്രയും ഈ പരിസ്ഥിതിയും പ്രകൃതിയും അതിന്റെ ശുദ്ധിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിലേക്ക് കടന്നു വരേണ്ട രണ്ട് വചനമാണ് ഇവിടെ പറഞ്ഞത്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പില് രാവും പകലും മാറി മാറി വരുന്നതിൽ ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞത്. ല ആയാത്തിൽ ലി ഉലിൽ അൽബാബ്, ലുബ്ബുള്ളവർക്ക്, ബുദ്ധിയുള്ളവർക്ക്, കാര്യങ്ങൾ ചിന്തിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും ശേഷിയുള്ള ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. ആരാണവർ? അല്ലദീന യദ്കുറൂനല്ലാഹ, അവർ അല്ലാഹുവിനെ ഓർക്കും. ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ ഓർക്കും. ഓർക്കുക മാത്രമല്ല, വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കും. നമുക്കുണ്ടോ അങ്ങനൊരു പണി? അവർ ചിന്തിക്കും. ആ ചിന്തയിലൂടെ അവരെത്തിപ്പെടുന്ന പ്രഖ്യാപനമാണ് റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ നാഥ, ഇത് നീ സൃഷ്ടിച്ചത് വെറുതെ അല്ല, നിരർത്ഥകമായിട്ടല്ല. ഇതിന് ലക്ഷ്യമുണ്ട്, അർത്ഥമുണ്ട്, ഇതിന് കാഴ്ചപ്പാടുണ്ട്, മൂല്യവത്തായ സന്ദേശമുണ്ട് എന്നൊക്കെ അവൻ അതിലേക്ക് എത്തിപ്പെടും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക്, നീ എത്രയോ പരിശുദ്ധനാണ്. ഫഖിനാ അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ. അവിടെ എന്തിനാണ് ഒരു നരകശിക്ഷയെ കുറിച്ച് പറഞ്ഞത്? വെറുതെ ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? അല്ല. അവിടെ നരകശിക്ഷയിൽ ഞങ്ങളെ കാക്കണേ എന്ന് പറഞ്ഞത് ഈ പ്രപഞ്ചത്തിലെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും ആ സൃഷ്ടാവിനെ കണ്ടെത്താനും അവനെ അനുസ്മരിക്കാനും അതിനൊന്നും ഭാഗ്യം സിദ്ധിക്കാതെ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്നവരുണ്ടാകാം, അവരിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒന്ന് ആലോചിച്ച് നോക്ക് ഇതിന്റെ ഗൗരവം. വെറുതെ ഭക്തനായതാപന്നാർ പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല അത് ചെയ്തത്. അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ട് നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതൊക്കെ ഈ വിശ്വാസി സമൂഹത്തെ, ഒരു മനുഷ്യനെ നയിച്ചുകൊണ്ട് പോകുന്നത് പ്രപഞ്ച സൃഷ്ടാവിന്റെ ഈ സൃഷ്ടി മഹാത്മ്യത്തിലേക്കും അതിന്റെ ലക്ഷ്യബോധത്തിലേക്കും, ആ സൃഷ്ടാവ് ഏതൊരു ലക്ഷ്യവും ഏതൊരു മൂല്യവും ഉൾക്കൊണ്ടുകൊണ്ട് ഇതിനെ സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യം തകർക്കാത്ത, ആ മൂല്യത്തിന് ഹാനി വരാത്ത നിലയിലുള്ള രൂപത്തിൽ അതിനെ പരിരക്ഷിക്കുക, സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം മനുഷ്യനുണ്ട്, വിശിഷ്യ വിശ്വാസിക്കുണ്ട് എന്ന് ഉണർത്തുകയാണ് ഈ വചനങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക. ഇനി നോക്കുക, സൃഷ്ടാവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് വല്ല കുറ്റവും വല്ല പോരായ്മയും നമുക്ക് ആർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമോ? അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന, അള്ളാഹുവിന്റെ മഹത്തായ കഴിവിനെ ചോദ്യം ചെയ്യുന്ന, അവൻ നിയോഗിച്ച പ്രവാചകനെ ചോദ്യം ചെയ്യുന്ന, അവൻ അവസാനമായി അവതരിപ്പിച്ച വേദഗ്രന്ഥത്തെ ചോദ്യം ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ആകാശമാകട്ടെ, ഭൂമിയാകട്ടെ, സൂര്യനാകട്ടെ, ചന്ദ്രനാകട്ടെ, നക്ഷത്രങ്ങളാകട്ടെ, അതുപോലെ തന്നെ പർവ്വതങ്ങളാകട്ടെ, സമുദ്രമാകട്ടെ, ഏതേത് കാര്യം എടുത്തു നോക്കിയിട്ട് ഇതൊന്നും ഇങ്ങനെ ആയിരുന്നില്ല സൃഷ്ടിക്കേണ്ടിയിരുന്നത്, ഇത് മറ്റൊരു രൂപത്തിൽ അങ്ങനെ ആകേണ്ടിയിരുന്നു എന്ന് പറയാനെങ്കിലും ആരെങ്കിലും ഒരുപെടാറുണ്ടോ? ഇല്ല, കഴിയില്ല. അത്ര കുറ്റമറ്റ സൃഷ്ടിപ്പാണ് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ്. മനുഷ്യൻ അവന്റെ സ്വന്തം സൃഷ്ടിപ്പിലേക്ക് മാത്രം ഒന്ന് നോക്കിയാൽ മതി. അവന്റെ ആകാര സൗഷ്ഠവത്തിലേക്ക്, അവന്റെ തല ഫിറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക്, അവന്റെ കണ്ണുകൾ ഫിറ്റ് ചെയ്തിരിക്കുന്നതിലേക്ക്, അവന്റെ ചെവികൾ ഫിറ്റ് ചെയ്തതിലേക്ക്, അവന്റെ നാക്ക് ഫിറ്റ് ചെയ്തതിലേക്ക്, അവന്റെ ഓരോ അവയവങ്ങളും വളരെ സുരക്ഷിതമായി കുറ്റമറ്റ നിലയിൽ. അതുകൊണ്ട് ആ ഖുർആൻ ചോദിക്കുന്നത് വഫീ അൻഫുസികും അഫലാ തഅഖിലൂൻ, നിങ്ങളുടെ ശരീരങ്ങളിലുണ്ട് നിങ്ങൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താനുള്ള മാർഗങ്ങൾ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തെന്നാ ഖുർആൻ ചോദിക്കുന്നത്. അപ്പൊ ഖുർആൻ മനുഷ്യന്റെ ചിന്തയെ തട്ടി ഉണർത്തുന്ന ഗ്രന്ഥമാണ്.
അങ്ങനെ പോകുമ്പോൾ കേവലം കുറെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും നിയമങ്ങളും സംഹിതകളുമായിട്ടല്ല ഖുർആൻ നിലകൊള്ളുന്നത്. അത് മനുഷ്യൻ എവിടൊക്കെ ഉണ്ടോ, ഏതൊക്കെ മേഖലയിലുണ്ടോ അവിടെ ഒക്കെ ഖുർആൻ ചെല്ലുന്നുണ്ട്. അതാണ് ഖുർആൻ ചോദിച്ചത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എന്തേ ഖുർആനെ കുറിച്ച് അവർ ചിന്തിക്കാത്തത്? അതല്ല അവരുടെ ഹൃദയങ്ങളിൽ വല്ല പൂട്ടും ഇട്ടുപോയിട്ടുണ്ടോ, അവരുടെ ഹൃദയങ്ങൾ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണോ, എന്തേ അവർ ചിന്തിക്കാത്തത് എന്ന് ഖുർആൻ ചോദിക്കുന്നത് ഈ രൂപത്തിലാണെന്ന് നാം തിരിച്ചറിയുക. അപ്പൊ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് കുറ്റമറ്റതാണ്, സന്തുലിതമായ സൃഷ്ടിപ്പാണ്. അസന്തുലിതാവസ്ഥ അവന്റെ സൃഷ്ടിപ്പിൽ ഇല്ലേ ഇല്ല. സൂറത്തുർ റഹ്മാനിലെ ഈ വചനം പറഞ്ഞുകൂടാത്തവരാരും ഉണ്ടാവില്ല. എന്തേ അവിടെ അല്ലാഹു പറഞ്ഞത്? ആകാശത്തെ അവൻ ഉയർത്തി, എന്നിട്ട് അതിന് മീസാൻ നിശ്ചയിച്ചു, എന്നിട്ട് പറഞ്ഞു ആ മീസാനിൽ നിങ്ങൾ കൈകടത്തരുത് എന്ന് പറഞ്ഞു. എന്താ അവിടെ മീസാൻ? സന്തുലിതാവസ്ഥയാണ്, സമതുലിതാവസ്ഥ, ഏറ്റപ്പറ്റില്ലാത്ത അവസ്ഥ. അത് വിശുദ്ധ ഖുർആൻ വേറെ സ്ഥലത്തും പറയുന്നുണ്ട്. വൽ അർള മദദിനാഹ വൽഖൈനാ ഫീഹാ റബാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ വജഅൽനാ ലക്കും ഫീഹാ മആയിഷ് വമൻ ലസ്തും ലഹു ബിറാസിഖീൻ. സൂറത്ത് ഹിജ്റിലെ 19-20 വചനങ്ങളിൽ അക്കാര്യം ഒന്നുകൂടി പറയുന്നുണ്ട്. അതെന്താണ്? വൽ അർള മദദിനാഹ, ഭൂമിയെ നാം വിശാലമാക്കി, വൽഖൈനാ ഫീഹാ റബാസിയ, അതിൽ അങ്ങേയറ്റം ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം സ്ഥാപിച്ചു, വഅംബത്നാ ഫീഹാ, അതിൽ നാം ഉൽപാദിപ്പിച്ചു, മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ, മൗസൂനായ എല്ലാ വസ്തുവിനെയും. അവിടെയും മൗസൂൻ എന്ന് പറഞ്ഞത് സന്തുലിതാവസ്ഥയാണ്, അസന്തുലിതത്വമുള്ളതല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് പറഞ്ഞു വജഅൽനാ ലക്കും ഫീഹാ മആയിഷ്, നിങ്ങൾക്ക് ആ ഭൂമിയിൽ ജീവിത സന്ധാരണത്തിനുള്ള വേള നിശ്ചയിച്ചു തന്നു, ജീവിക്കാനുള്ള ഉപാധികൾ നിങ്ങൾക്ക് നിശ്ചയിച്ചു തന്നു. നിങ്ങൾക്ക് മാത്രമല്ല ഒന്നും ആഹാരം നൽകാത്തവർക്ക് പോലും, നിങ്ങൾക്ക് ആഹാരം നൽകാത്തവയ്ക്ക് പോലും ഉപജീവനം നൽകിയിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവിടെയും എടുത്തു പറഞ്ഞത് ഈ ഒരു സവിശേഷതയാണ്, ഈ ഒരു ലക്ഷ്യബോധമാണ്. അതുപോലെ സൂറത്തു നംലിലെ 88-ാമത്തെ വചനത്തിൽ കാണാം, സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ഷൈഇൻ. എന്തിനെ അല്ലാഹു സൃഷ്ടിച്ചുവോ ആ സൃഷ്ടിപ്പാ നിർമ്മാണം ഇത്ഖാനാണ്, കുറ്റമറ്റ നിലയിലാണ്, പെർഫെക്റ്റോട് കൂടിയാണ്. ഇത്ഖാൻ എന്ന് വെച്ചാൽ പെർഫെക്ഷൻ എന്നർത്ഥം. അത്ര പെർഫെക്റ്റ് ആണ് അവന്റെ സൃഷ്ടിപ്പ്, അവന്റെ നിർമ്മാണം. അപ്പൊ ഈ രൂപത്തിൽ അല്ലാഹു എല്ലാത്തിനെയും സൃഷ്ടിച്ചു. തന്നെയുമല്ല, ഇവിടെ അധിവസിപ്പിക്കുന്നതും ഇവിടെ ഇതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി തരുന്നതും അല്ലാഹു തന്നെയാണ്. മഹാനായ പ്രവാചകൻ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സമൂദ് ഗോത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചുകൊണ്ട് സാലിഹ് നബിയോട് അല്ലാഹു നിർദ്ദേശിച്ച നിർദ്ദേശം, അതിലുണ്ട് ഈ തത്വം. എന്തേ പറഞ്ഞത്? യാ ഖൗമി ഇബ്ദുല്ലാഹ്, എന്റെ ജനങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, ആരാധന ചെയ്യണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അവനല്ലാതെ ഒരൊറ്റ ആരാധ്യനും നിങ്ങൾക്കില്ല. ഹുവ അൻശഅകും മിനൽ അർദ്, അവനാണ് ഭൂമിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയത്. എന്നിട്ട് വസ്തഅമറക്കും ഫീഹാ, ആ ഭൂമിയിൽ നിങ്ങളെ അധിവസിപ്പിക്കുന്നതും അല്ലാഹുവാൻ. സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നാവിലൂടെ സമൂദ് ഗോത്രത്തോട് പറഞ്ഞ വാക്കുകളാൽ ഈ ബോധം നിങ്ങൾക്ക് വേണം. എന്നാൽ മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ ബോധം നഷ്ടപ്പെട്ടു പോയേക്കാം, ഇല്ലാതെ പോയേക്കാം. അതുകൊണ്ട് എന്ത് വേണം? ഫസ്തഗ്ഫിറു, അല്ലാഹുവിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണം. സുമ്മ തൂബൂ ഇലൈഹി, പിന്നെ അവനിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങണം. എന്തേ കാരണം? ഇന്ന റബ്ബി ഖരീബും മുജീബ്, തീർച്ചയായും എന്റെ റബ്ബ് വളരെ അടുത്തുള്ളവനും ഉത്തരം നൽകുന്നവനുമാകുന്നു എന്ന് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമൂദ് ഗോത്രത്തെ പഠിപ്പിച്ച ആ പഠിപ്പിക്കലിൽ എടുത്തു പറഞ്ഞ ഒരു വാക്കാണ് ഇസ്തഅമറക്കും ഫീഹാ. ഇത് നമുക്കൊക്കെ ബാധകമാണ്. ഖുർആൻ എല്ലാവർക്കും ഉള്ളതാണല്ലോ. അല്ലാതെ സാലിഹ് നബിയോട് ജനതയോട് മാത്രം പറഞ്ഞ കാര്യമാണ്. നമുക്കൊന്നും അങ്ങനെ അധിവസിപ്പിക്കലൊന്നും ഇല്ല നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളെ അധിവസിപ്പിക്കുന്നതും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതും അല്ലാഹുവാണ്. ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാകണം. അതുപോലെ തന്നെ സൃഷ്ടിപ്പിൽ കുറ്റമറ്റ ദാന സൃഷ്ടിപ്പ്. സൂറത്തുൽ മുൽക്കിലെ ആദ്യത്തെ 2 വചനങ്ങൾ നിങ്ങൾ നോക്കുക. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത് ഫർജിൽ ബസറ ഹൽ തറാ മിൻ ഫുതൂർ സുമ്മർജിൽ ബസറ കറത്തൈൻ യൻഖലിബു ഇലൈക്കൽ ബസറു ഖാസിയൻ വഹുവ ഹസീർ
എത്ര ക്ലിയർ ആയിട്ടാണ് അള്ളാഹു അത് പറഞ്ഞു വെച്ചത്. നിങ്ങൾ നോക്കണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിലേക്ക്, റഹ്മാന്റെ സൃഷ്ടിപ്പിലേക്ക്. ആ റഹ്മാന്റെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ഒരു തഫാവുത്തും കാണാൻ കഴിയില്ല. തഫാവുത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റപ്പറ്റ്, ഒന്നേറിയും ഒന്ന് കുറഞ്ഞും അങ്ങനെ ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഫർജിഉൽ ബസർ, കണ്ണ് നിങ്ങൾ വീണ്ടും ഒന്ന് അങ്ങോട്ട് മടക്കി നോക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, വല്ല പൊട്ടലും ചീറലും കാണുന്നുണ്ടോ എന്ന് നോക്കിക്കോ. പിന്നെയും പറയുന്നു സുമ്മർജിഉൽ ബസറ കറത്തൈൻ, ഇനിയും സംശയമുള്ളവർ രണ്ടാവർത്തി ആ കണ്ണൊന്ന് മടക്ക്. ഓരോന്നിലേക്ക് നോക്കിക്കൊണ്ട്, സമുദ്രത്തിലേക്ക് നോക്കിക്കൊണ്ട്, പർവ്വതങ്ങളിലേക്ക് നോക്കിക്കൊണ്ട്, സൂര്യനിലെയും അതിന്റെ വെളിച്ചത്തിലേക്കും നോക്കിക്കൊണ്ട്, ചന്ദ്രനിലെയും അതിന്റെ പ്രകാശത്തിലേക്കും നോക്കിക്കൊണ്ട് ഒന്ന് നോക്ക്. ആകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒന്ന് നോക്ക്, വീണ്ടും വീണ്ടും നോക്ക്. എന്നിട്ട് വല്ല ഏറ്റപ്പറ്റും ഉണ്ടോ, വല്ല കുറ്റവുമുണ്ടോ, വല്ല പോരായ്മയുമുണ്ടോ എന്ന് നോക്ക്. എന്നിട്ട് അള്ളാഹു തന്നെ പറയുന്നു, ഒരു കുറ്റവും കണ്ടുപിടിക്കാൻ കഴിയാതെ ആ കണ്ണ് നിരാശയോടെ, അങ്ങേറ്റം പരാശയോടെ ആ കണ്ണ് മടങ്ങി വരും. ഒരു തെറ്റും കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ കുറ്റമറ്റ ഒരു സൃഷ്ടിപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്നിട്ട് അതിൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായി മനുഷ്യനെ അള്ളാഹു നിയോഗിച്ചു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വെറും ഒരു ഉപഭോക്താവായി കാണുന്നവനല്ല. അവൻ ഭൂമിയിലെ പിൻഗാമിയായി വരുന്ന, ഒരു പ്രതിനിധിയായി വരുന്ന, അതിന്റെ പരിപാലകനായി വരുന്ന, അതിന്റെ കാവലാളായി നിലകൊള്ളേണ്ട, ഉത്തരവാദിത്വ ബോധം നിർവഹിക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിലെ 165-ാമത്തെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു, വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദ്, അള്ളാഹുവാണ് നിങ്ങളെ ഭൂമിയിൽ പ്രതിനിധികളാക്കി നിശ്ചയിച്ചത്, പിൻഗാമികളാക്കി നിശ്ചയിച്ചത്. എന്നിട്ട് ചിലർക്ക് ചിലരേക്കാൾ പദവി ഉയർത്തി. എന്തിനാണ്? ദറജാത്തിൻ, പദവികൾ ഉയർത്തി. എന്തിന്? ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. അപ്പൊ ഈ സംവിധാനങ്ങളൊക്കെ അതിനുള്ളതാണ്. എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? പരിസരം മലിനമാക്കുന്നവനാണോ? വെള്ളം ദുർവിനിയോഗം ചെയ്ത് കളയുന്നവനാണോ? ജലാശയങ്ങൾ തകർക്കുന്നവനാണോ? മനുഷ്യന് എല്ലാ നിലയിലും ഉപകാരപ്പെടേണ്ട നിലയിലുള്ള ഭൂമിയെ മോശമായ രൂപത്തിൽ വിനിയോഗിക്കുന്നവനാണോ? മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നവനാണോ? എന്ന് തുടങ്ങി ഓരോന്നും അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കും, പരീക്ഷിക്കും അള്ളാഹു. ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പരിസ്ഥിതി ദിനം എന്ന് പറയുന്ന ജൂൺ 5-ന് മാത്രമല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഖുർആൻ പറയുന്ന വചനമാണെന്ന് സൂചിപ്പിച്ച് അതുകൊണ്ടാണ്. തന്നെയുമല്ല, മനുഷ്യവർഗത്തെ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിക്കും മുമ്പ് തന്നെ അവന് ജീവിക്കാൻ ആവശ്യമായ അവസ്ഥകളും സൗകര്യങ്ങളും റബ്ബ് ഇവിടെ ഒരുക്കി വെച്ചിരുന്നു. ആലോചിച്ച് നോക്കുങ്ങൾ. ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചവനാണ് അല്ലാഹു. സുമ്മസ്തവാ ഇലസ് സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, അങ്ങനെ ഭൂമിയെ സംവിധാനിച്ചതിന് ശേഷം ആകാശത്തെ അവൻ കുറ്റമറ്റ നിലയിൽ സംവിധാനിച്ചു. അവൻ എല്ലാറ്റിനെ കുറിച്ചും അറിയുന്നവനാകുന്നു എന്ന് സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ വചനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ നിയോഗിക്കുന്നു എന്ന് മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ അവർ ചോദിച്ച ഒരു ചോദ്യം നമുക്കറിയാം. വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഞാൻ ഭൂമിയിലേക്ക് ഇതാ ഒരു പിൻഗാമിയെ, ഒരു ഖലീഫയെ, തലമുറയായി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ ഞാൻ ഇതാ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മലക്കുകളുടെ ചോദ്യവും ഉത്തരവും ഒക്കെ ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്കറിയാം. അപ്പൊ ആ അർള്, ആ ഭൂമി, അതിന്റെ സംവിധാനം മനുഷ്യനെ അള്ളാഹു ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. എന്നിട്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, ആ മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ സംവിധാനങ്ങളൊക്കെ ഏർപ്പാട് ചെയ്തത് അള്ളാഹുവാണ്. യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅൻ വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും വലാ തജഅലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. മുവഹ്ഹിദുകളാകാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുവാൻ, ആരാധനക്കർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ എന്ന് കണ്ടെത്താൻ ഇതിൽ പരം ഒരു ആയത്തിന്റെ ആവശ്യമേ ഇല്ല. മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങളുടെ മുൻഗാമികളെ സൃഷ്ടിച്ച നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. എന്തിനാണ്? നിങ്ങൾ സൂക്ഷ്മത ഉള്ളവരായി തീരാൻ വേണ്ടി,
എന്താണ് അവൻ ചെയ്തു തന്നത്? ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി, ആകാശത്തെ നിങ്ങൾക്കൊരു എടുപ്പാക്കി, ആകാശത്ത് നിന്ന് വെള്ളം വർഷിപ്പിച്ചു തന്നു, മഴ വർഷിപ്പിച്ചു തന്നു, അതുകൊണ്ട് കായ്കനികൾ ഉൽപ്പാദിപ്പിച്ചു തന്നു നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി. ഇതൊക്കെ ചെയ്തത് അല്ലാഹുവാൻ, റബ്ബാണ്. ആ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് ആ റബ്ബിന് ഒരിക്കലും സമന്മാരെ തുല്യന്മാരെ നിങ്ങൾ ആക്കരുത് എന്നെത്ര കൃത്യമായിട്ടാണ് തൗഹീദ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ തന്റെ സൃഷ്ടിപ്പിന്റെ മഹാത്മ്യം വിളിച്ചറിയിച്ചുകൊണ്ട് ഉണർത്തിയെന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? ഭൂമിയിൽ ഒരു തരത്തിലുള്ള നാശമോ കുഴപ്പങ്ങളോ പരിസ്ഥിതിക്ക് ഭംഗം വരുത്തുന്ന, പരിസ്ഥിതിയുടെ നന്മയ്ക്ക് ദൂഷ്യം വരുത്തുന്ന എന്തെങ്കിലും കാര്യമോ ഒന്നും നമ്മളിൽ നിന്നുണ്ടായിക്കൂടാ. ഫസാദ് ഉണ്ടായിക്കൂടാ, കുഴപ്പം ഉണ്ടാക്കിക്കൂടാ. വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിലാണ് കുഴപ്പക്കാരെ അല്ലാഹുവിന് ഇഷ്ടമല്ല, നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്നൊക്കെ പറയുന്ന. ഒരിക്കലും ഫസാദ്, കുഴപ്പം എന്ന് പറയുന്നത് എപ്പോഴും നല്ല നടപടിക്കും നിലനിൽപ്പിനും എതിരായി വരുന്ന കാര്യമാണ്. ഖുർആൻ പറഞ്ഞു വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഫസാദിന്റെ നേരെ വിപരീതമായി വരുന്ന ഒരു വാക്കാണ് ഇസ്ലാഹ്. നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് ഭൂമിയിൽ. ആ ഭൂമിയിൽ ഇസ്ലാഹ് ഉണ്ടായതിനു ശേഷം, സമാധാനവും ശാന്തിയും നന്മയും സംജാതമായതിനു ശേഷം നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്. വദ്ഉഹു, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക നിങ്ങളുടെ റബ്ബിനെ, ഖൗഫൻ വതമഅൻ, ഭയത്തോടും പ്രതീക്ഷയോടും കൂടി. എന്നിട്ട് പറയുന്നു ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവരോടൊപ്പമാണ് അല്ലാഹുവിന്റെ കാരുണ്യം അടുത്തിട്ടുണ്ടാവുക എന്ന് ഖുർആൻ പറയുന്നു. ഇവിടെ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇഹ്സാനും ഇസ്ലാഹും അതായിരിക്കണം മനുഷ്യനിൽ നിന്നുണ്ടാകേണ്ടത്. ഒരിക്കലും ഫസാദ് ഉണ്ടായിക്കൂടാ മനുഷ്യനിൽ നിന്ന്, ഒരു തരത്തിലുള്ള ഫസാദും. ഈ പരിസ്ഥിതി മലിനീകരണം എന്ന് പറയുന്നത് ഫസാദാണ്. ജലാശയങ്ങൾ നശിപ്പിക്കുക എന്ന് പറയുന്നത് ഫസാദാണ്. കുടിവെള്ളം ദുർവിനിയോഗം ചെയ്യുക എന്ന് പറയുന്നത് ഫസാദാണ്. അങ്ങനെ ഓരോന്ന് നിങ്ങൾ എടുത്തു നോക്കിക്കോളി. ഭൂമിക്ക് ഉറപ്പായി അല്ലാഹു നിലനിർത്തിയിരിക്കുന്ന പർവ്വതങ്ങളെ തച്ച് തകർത്ത് തരിപ്പണമാക്കി ആ ആണി അങ്ങോട്ട് തകർത്ത് മാറ്റുന്നത് ഫസാദാണ്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്ക്. ആ ഫസാദ് നിങ്ങളിൽ നിന്നുണ്ടാകരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്. അപ്പം അതുപോലെ ജലസംഭരണവും ജലത്തിന്റെ സുരക്ഷിതത്വം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. തന്നെയുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് കാര്യവും ഇവിടെ നിശ്ചയിച്ച് നിർണയിച്ചു തന്നിട്ടുള്ളത് ഒരു നിശ്ചിതമായ തോതനുസരിച്ചാണ്. ഒരുപാടൊന്നും അവൻ നൽകിയിട്ടില്ല. ഒരു 5-6 കാര്യങ്ങൾ നിങ്ങളൊന്ന് കേക്ക്. ഒന്ന്, വെള്ളം ഒഴുകുന്നത് കാണുന്നവരാണ് നാം. വെള്ളം ഒഴുകുന്നത് ഇടുങ്ങിയ സ്ഥലത്തെത്തുമ്പോൾ ആ ഇടുങ്ങിയ രൂപത്തിൽ അതങ്ങോട്ട് പോകും. ഇത്തിരി വിശാലതയുള്ള സ്ഥലമാണെങ്കിൽ ആ വിശാലതയുള്ള സ്ഥലത്തൂടെ പോകും. ചിലപ്പോൾ ഉൾക്കൊള്ളാൻ വരാതെ വരുമ്പോൾ 2 സ്ഥലവും കവിഞ്ഞ് ഒഴുകി എല്ലാത്തിനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകും. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ അതിന് പല പേരുകളും പറയും. നമ്മൾ ഭയചകിതരാകും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യേന നാം കാണുന്നതും അറിയുന്നതുമാണ്. ആ വെള്ളം ഒഴുക്കിനെ കുറിച്ച് സൂറത്തുർ റഅദിലെ 17-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് അൻസല മിനസ് സമാഇ മാഅ, അല്ലാഹു ആകാശത്തു നിന്ന് മഴ വർഷിപ്പിച്ചു. ഫസാലത്ത് ഔദിയതം ബിഖദരിഹാ, ഒരു തോതനുസരിച്ച് അത് താഴ്വരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അവിടെ പ്രയോഗിച്ച വാക്ക് ഖദർ എന്നാണ്. തോത്, നിർണിത രൂപം, അങ്ങോട്ടും ഉണ്ടാവില്ല ഇങ്ങോട്ടും ഉണ്ടാവില്ല. അതുപോലെ തന്നെ മഴ പോലും ഒരു നിശ്ചിത അളവിൽ മാത്രമേ അല്ലാഹു ഇങ്ങോട്ട് ഇറക്കുന്നുള്ളൂ. ഇപ്പം മഴക്കാലമാണ്. ഈ സന്ദർഭത്തിൽ മഴ വർഷിക്കുന്നു. നമ്മളൊക്കെ സാധാരണ മില്ലിമീറ്ററുകൾ കണക്കാക്കാറുണ്ട്. മഴയെ സംബന്ധിച്ച് ഇത്ര മില്ലിമീറ്റർ പെയ്തു, ഇത്ര മില്ലിമീറ്റർ പെയ്താൽ ഇന്ന അലർട്ട്, മറ്റൊരു അലർട്ട്, ഇങ്ങനെല്ലാം നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ശരിയാ. പക്ഷേ അങ്ങനെ ഒരു കുത്തിയൊഴുക്ക് അല്ലാഹു നൽകുന്നില്ല. ആ കുത്തിയൊഴുക്ക് താൽക്കാലികമുണ്ടെങ്കിൽ അതും ഒരു ഖദറാണ്, അതും ഒരു തോതാണ്, അതൊരു അളവാണ്. ഇത് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ, ഒരു നിശ്ചിത തോതനുസരിച്ച്, ഒരു നിശ്ചിത അളവനുസരിച്ച് ആകാശത്ത് നിന്ന് നാം മഴയെ വർഷിപ്പിച്ചു. എന്നിട്ട് ഫഅസ്കൻനാഹു ഫിൽ അർദ്, ഭൂമിയിൽ അതിനെ തങ്ങി നിർത്തുന്നതാക്കി, ഭൂമി അത് വലിച്ചെടുത്ത് ഭൂമിക്കടിയിൽ അത് തങ്ങി നിൽക്കുന്നതാക്കി അല്ലാഹു മാറ്റി. എന്നിട്ട് അല്ലാഹു പറയുന്ന ഒരു മുന്നറിയിപ്പുണ്ട്, വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, അത് വറ്റിച്ചു കളയാനും കഴിവുള്ളവരാണ് നാം. ഖുർആനാണ് പ്രിയമുള്ളവരെ ഈ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നാം ചിന്തിക്കേണ്ട കാര്യങ്ങൾ. തന്നെയുമല്ല നമുക്ക് അല്ലാഹു നൽകുന്ന ഉപജീവനം, ആഹാരം, അതിനും അല്ലാഹു നിർണയം, ഒരു കണക്ക്, ഒരു തോത് വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു വലൗ വസതല്ലാഹു റിസ്ഖ ലിഇബാദിഹി,
അള്ളാഹു അവന്റെ ദാസന്മാർക്കെങ്ങാനും അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന റിസ്ക് അങ്ങ് വിശാലമായി കൊടുത്തിരുന്നുവെങ്കിൽ അവർ ഭൂമിയിൽ അതിക്രമകാരികളായി മാറുമായിരുന്നു. ഒരു നിശ്ചിത തോതനുസരിച്ച് അവൻ ഉദ്ദേശിക്കുന്നത് മാത്രമാണ് ഉപജീവനമായി ആഹാരമായിട്ട് പോലും അള്ളാഹു നൽകുന്നത്. ഇന്നഹു ബിഇബാദിഹി ഖബീറുൻ ബസീർ, അവൻ അവന്റെ ദാസന്മാരെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കണ്ടറിയുന്നവനുമാകുന്നു എന്നാണ് സൂറത്ത് ശൂറയിലെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഒക്കെ നിർണയം, നിശ്ചിതം, തോത് എന്നൊക്കെ പറഞ്ഞത്, ആ തോത് വിട്ട് അള്ളാഹു ഒരിക്കലും പോകൂല. അപ്പൊ നമ്മൾ എന്ത് വേണം? ആ തോതനുസരിച്ച് ആസ്വദിച്ച് സുഖിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ആ തോതനുസരിച്ച് തന്നെ പോവുക. വെള്ളത്തോടുള്ള സമീപനമായിരുന്നാലും, ഭക്ഷണത്തോടുള്ള സമീപനമായിരുന്നാലും, ജീവിത വ്യവഹാരങ്ങളോടുള്ള സമീപനമായിരുന്നാലും ഒക്കെ ആ നിർണിതമായ തോതും കാര്യങ്ങളും നമ്മൾ മുന്നിൽ വെച്ച് മുന്നോട്ട് നീങ്ങണം എന്നാണ് ഈ പറഞ്ഞതിന്റെ ആകെ തുക. അത് ശ്രദ്ധിക്കാതെ നമ്മൾ നിലനിർത്തിക്കൊണ്ട മൂല്യവത്തായ ഈ ധാരണകളെയും സന്ദേശങ്ങളെയും ഉൾക്കൊള്ളാതെ നമ്മളുടെ കൈകൾ കടത്തിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയാൽ അതിന്റെ തിക്തഫലം നമ്മൾ തന്നെ ആയിരിക്കാൻ അനുഭവിക്കേണ്ടി വരിക. ജലാശയങ്ങൾ ഇല്ലാതായി പോയാൽ, അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാകുന്നിടത്ത് നമ്മൾ തന്നെ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ് തടസ്സം ഉണ്ടാക്കിയാൽ, പ്ലാസ്റ്റിക്കിന്റെ കെട്ടുകൾ കൊണ്ടുപോയി അവിടെ ഇട്ടുകൊടുത്താൽ നമ്മൾ തന്നെയാണ് നമുക്ക് നാശം പണിയുന്നത്. വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് എറണാകുളം നഗരത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം, മറ്റു പല സ്ഥലത്തിലുമുള്ളവരുണ്ടാകാം ഈ സദസ്സിൽ. നമ്മളൊക്കെ അനുഭവിക്കുന്ന നല്ല ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വെള്ളക്കെട്ടിനെ കുറിച്ച് കോടതി ഇടപെടുന്നു, ഭരണാധികാരികൾ നെട്ടോട്ടമോടുന്നു, അങ്ങനെ പലതും ഉണ്ടാകുന്നു. ഇതിനൊരു പരിധിയോളം നമ്മുടെയൊക്കെ കൈകളുടെ പങ്കില്ലേ എന്ന് അന്ന് ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ച് നോക്കിക്കോ. എന്നിട്ട് ബാക്കിയുള്ളവരെ നമുക്ക് കുറ്റം പറയാം. നമ്മളുടെ ഒരു പങ്കുണ്ട് ഇതിലെല്ലാം. ജലാശയങ്ങളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓടകളിലേക്കും കൊണ്ടുപോയി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുക. നമ്മൾ നമ്മുടെ കൈ കഴുകി ശുദ്ധമായി, പക്ഷേ സംഭവിക്കുന്നത് നമ്മൾക്ക് തന്നെയാ. ഖുർആൻ പറഞ്ഞ ഒരു വചനമുണ്ട്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. സൂറത്തുർ റൂമിലെ 41-ാമത്തെ വചനം വളരെ മനസ്സിൽ കോറി വെച്ചോ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും ഫസാദ് ഉണ്ടാകുന്നത്, കുഴപ്പം സംജാതമാകുന്നത് ബിമാ കസബത് അയ്ദിൻ നാസ്, മനുഷ്യകരങ്ങൾ ചെയ്തു കൂട്ടുന്നത് നിമിത്തമാണ്. മീൻ പിടിക്കാൻ പോകുന്ന, ഫിഷിങ്ങിന് പോകുന്ന ആൾക്കാർ പറയും മീൻ കിട്ടാനില്ല, കാരണം അതിന്റെ അടിയിൽ മുഴുവനും പ്ലാസ്റ്റിക്കാണ്. മീനിന് പ്രജനനം ഉണ്ടാക്കാനും വളരാനും മീൻ വർദ്ധിക്കാനും സാധിക്കുന്നില്ല, അതിന്റെ അടിയിൽ മുഴുവനും ഇങ്ങനെയുള്ള മാലിന്യങ്ങളാണ്. ഇതാര് ചെയ്യുന്നു? ഇതാര് ചെയ്യുന്നു? ഈ മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയി തട്ടുന്നത് കടലുകളിലേക്കാണ്. ഇതൊക്കെയാണ് നമ്മൾ തന്നെയാണ് ഖുർആൻ പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക. മനുഷ്യകരങ്ങൾ ചെയ്തു കൂട്ടുന്ന നിമിത്തമാണ് പിന്നെ കരയിലും കടലിലും കുഴപ്പം സംജാതമായത്. എന്തിനാണത്? അങ്ങനെ കുഴപ്പം വരുമ്പോഴെങ്കിലും അള്ളാഹു പരീക്ഷിക്കുന്ന എന്താണ്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. അത് പ്രവർത്തിച്ച ചിലരെങ്കിലും അവർ ആ ചെയ്തതിന്റെ തിക്തഫലം അനുഭവിക്കാൻ വേണ്ടി അങ്ങനെ അനുഭവിച്ചിട്ടെങ്കിലും അവർ മടങ്ങി വന്നെങ്കിലോ ഖുർആൻ. നമ്മൾ എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്തവരാണ് ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും. വരുന്നത് വരട്ടെ, ഇപ്പൊ തൽക്കാലം ഞാൻ തട്ടി അങ്ങോട്ടിട്ടു, ഇതാണ് എന്റെ സ്വഭാവം. അപ്പൊ ആരാണ് മലിനമാക്കുന്നത്? ആരാണ് മലീമസമാക്കുന്നത്? ആരാണ് പ്രകൃതിയെ കേടുവരുത്തുന്നത്? ആരാണ് ഈ പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ആരാണ് ജലാശയങ്ങളെ മനുഷ്യന് ഉപകാരപ്രദമല്ലാത്ത നിലയിൽ ആക്കി തീർക്കുന്നത്? നമ്മൾ തന്നെ. ബിമാ കസബത് അയ്ദിൻ നാസ്. ആലോചിച്ചോളൂ ഈ വചനം, സൂറത്തുർ റൂമിലെ 41-ാമത്തെ വചനം. അപ്പൊ അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില കവികളൊക്കെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ചോദിച്ച കവിത പലപ്പോഴും നമ്മൾ കേട്ടതാണ്. എന്നുവെച്ചാൽ അടുത്ത തലമുറയെ നശിപ്പിക്കുന്ന, അവർക്കും കൂടി ഉതകേണ്ട സംഗതി നശിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ഈ പ്രകൃതി എനിക്കുള്ളതാണ്, എനിക്ക് ആസ്വദിക്കാനുള്ളതാണ്, പോരാ എന്നോടൊപ്പം മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ളതാണ്, സർവ്വജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്, സസ്യലതാദികൾക്കുള്ളതാണ്, പോരാ അടുത്ത തലമുറയ്ക്കും കൂടി ഉള്ളതാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു സമീപനം എന്നും ജൂൺ 5 മാത്രം പോരാ, ജീവിതകാലം മുഴുവനും ഉണ്ടായാൽ ഇതിനൊക്കെ പരിഹാരമാകുമെന്നാണ്
പരിശുദ്ധ ഇസ്ലാം എനിക്കും നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംരക്ഷണത്തിന് വേണ്ടി ഇസ്ലാം നൽകുന്ന ഏറ്റവും വലിയ പ്രായോഗികമായ നിർദ്ദേശങ്ങളിൽ ഒന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നത് തന്നെയാണ്. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ 10 മരം നട്ടുപിടിപ്പിക്കാനുള്ള മനോഭാവം ഉണ്ടാകണം. അപ്പോൾ ഒരു സ്ഥലത്ത് ചിലപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് മുറിക്കേണ്ടി വരും, അപ്പോൾ മറ്റൊന്ന് നടുക. ഇതല്ല, കംപ്ലീറ്റ് കാട് ഉൾപ്പെടെ വെട്ടി നശിപ്പിച്ച് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോവുക. ഈ ഒരു അവസ്ഥ നിലനിൽക്കുന്നിടത്തോളം ഇതിലും വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു മുസ്ലിമായ മനുഷ്യൻ അവനൊരു ചെടി നടുന്നു. എന്നിട്ട് ആ ചെടിയിൽ നിന്ന് ആരെന്ത് അതിൽ നിന്ന് ഭക്ഷിച്ചു കൊണ്ടുപോകുന്നുവോ ആ ചെടി വളർന്ന് അതിൽ കായ്കനികൾ ഉണ്ടായി അതിൽ നിന്ന് ആരെങ്കിലും പറിച്ചു ഭക്ഷിക്കുകയോ ആരെങ്കിലും കട്ടുകൊണ്ടുപോവുകയോ മൃഗങ്ങൾ തിന്നു നശിപ്പിക്കുകയോ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോവുകയോ ചെയ്താൽ പോലും അവൻ സദഖയാണ് എന്നാണ് പറയുന്നത്. ഒരു മരം നട്ടുപിടിപ്പിച്ചു, അത് വളർന്നു വലുതായി, അതിൽ കായ്കനികൾ ഉണ്ടായി, പക്ഷി കൊത്തിക്കൊണ്ടുപോയി സദഖ. കുട്ടികൾ പറിച്ചു കൊണ്ടുപോയി, സ്വാഭാവികം മാവക്ക വളർന്നു വലുതായി, മാങ്ങ തൂങ്ങി പഴുത്തെത്തുമ്പോ കുട്ടികൾ കല്ലെറിയും, അവർ കൊണ്ടുപോകും. ചിലർ മോഷ്ടിച്ചു പോകും, ചിലർ പറിച്ചു കൊണ്ടുപോകും. അതൊക്കെ സദഖയാണെന്നാ പറയുന്നത്. അത്ര മരം നട്ടുപിടിപ്പിക്കുന്നതിനും പ്രകൃതി സംരക്ഷണത്തിനും പരിസര ശുചീകരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഞാൻ നേരത്തെ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മൂല്യവത്തായ സന്ദേശം ഈ വിഷയത്തിൽ നൽകിയ മതമാണ് ഇസ്ലാം. പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സൂചിപ്പിച്ചത്. അതുപോലെ ഒന്നുകൂടി ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖിയാമത്ത് നാൾ ഇങ്ങനെ വരികയാണ്, ഖിയാമത്ത് നാൾ ഇങ്ങനെ നിലനിന്നുകൊണ്ട് നിൽക്കുന്നു. ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ചെടിത്തൈ ഒരു ചെടിയുടെ തൈ ഉണ്ടെന്ന് വെക്കുക. ഖിയാമം ഇങ്ങനെ സംഭവിക്കാൻ കയ്യിലൊരു ചെടിയുടെ തൈ കയ്യിലുണ്ട്, ഒരു ഫസീലത്തുണ്ട്, ഒരു ചെടിയുടെ തൈ ഉണ്ട്. ആ ചെടിയുടെ തൈ അവന് കഴിയുമെങ്കിൽ ആ ഖിയാമത്ത് വന്നെല്ലാം നശിക്കുന്നതിന് മുമ്പ് ആ തൈ നടാൻ അവന് സാധിച്ചാൽ അവൻ നട്ടുകൊള്ളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അർത്ഥം എന്താ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇസ്ലാം എങ്ങോട്ടാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്? കേവലം ജൂൺ 5 പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ദിവസത്തിലേക്കല്ല, ജീവിതം മുഴുവനുമാണ് പറയുന്നത്. അവസാന നിമിഷം ഖിയാമത്തിന്റെ സന്ദർഭത്തിൽ പോലും ഒരു മരം വെക്കാൻ, ഒരു തൈ നട്ടുപിടിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യാൻ പഠിപ്പിച്ചു. തീരുന്നില്ല, യുദ്ധകാലത്ത് പോലും പരിസ്ഥിതി നിയമങ്ങൾ പാലിക്കണമെന്ന് നിർദ്ദേശിച്ച മതമാണ് ഇസ്ലാം. യുദ്ധ സന്ദർഭത്തിൽ പോലും ഇന്നത്തെ യുദ്ധം സർവനാശമാണ്. എല്ലാം ഇല്ലാതാക്കി, ഇല്ലായ്മ ചെയ്ത്, കത്തിച്ചു കളഞ്ഞ്, നശിപ്പിച്ച് ഒരു തുരുമ്പ് പോലും ഇല്ലാത്ത നിലയിലാക്കി തീർക്കുന്ന, എല്ലാം ഭസ്മമാക്കി കളയുന്ന യുദ്ധം. ഇസ്ലാം പറഞ്ഞു, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സൈന്യാധിപന്മാര് നിയോഗിച്ചയക്കുമ്പോൾ ആ സൈന്യാധിപന്മാരുടെ കൂട്ടത്തിൽ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പ്രഗത്ഭന്മാരായ സഹാബികൾ ഉണ്ടായിരുന്നു എന്നാണ്. ആ സഹാബി ഉൾപ്പെടെയുള്ളവർ പറയുമായിരുന്നു, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത്, പരിസ്ഥിതി ശ്രദ്ധിക്കണം, പരിസ്ഥിതിയുടെ സൂക്ഷ്മത, സുരക്ഷിതത്വം, കായ്ച്ച നിൽക്കുന്ന മരങ്ങൾ, പച്ചപ്പുള്ള മരങ്ങൾ മുറിച്ചു കളയരുത് എന്നുപോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സൈന്യാധിപന്മാർക്ക് നിർദ്ദേശം നൽകി എന്ന് പഠിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് പഠിച്ചത് റസൂലിന്റെ പാഠശാലയിൽ നിന്നല്ലേ, ഇസ്ലാമിൽ നിന്നല്ലേ? ആ രൂപത്തിലുള്ള കാര്യം. അപ്പം പ്രകൃതിയെ ചൂഷണം ചെയ്യാനോ നശിപ്പിക്കാനോ ഉള്ള അവകാശം നമുക്കില്ല. അത് സംരക്ഷിക്കണം, അതെല്ലാവരുടേതുമാണ്, അടുത്ത തലമുറയുടേതുമാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ജീവിതകാലം മുഴുവനും പരിസര ശുചീകരണത്തിനും അതിന്റെ മലിനീകരണമില്ലായ്മയ്ക്കും എല്ലാവിധത്തിലുള്ള നന്മയ്ക്കും വേണ്ടി നിലകൊള്ളാൻ ബാധ്യസ്ഥരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് അതിലൂടെ സഞ്ചരിക്കാം. അത് മാത്രമാണ് കരണീയമായിട്ടുള്ള മാർഗം. റഹ്മാനായ റബ്ബ് ആ രൂപത്തിൽ എല്ലാ രംഗവും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്
الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, ഇത്തഖുൽ ലഅനൈൻ, അള്ളാഹുവിന്റെ ശാപത്തിന് ലഅനത്തിന് വിധേയമാകുന്ന കാര്യം, രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. പടച്ചവന്റെ ശാപം ഏറ്റുവാങ്ങേണ്ടി വരുന്ന രണ്ട് കാര്യത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അതിലൊന്ന് അല്ലദീ യതഖല്ലാ ഫി തരീഖ്, വഴിയിലൊക്കെ മലമൂത്ര വിസർജനം നടത്തുന്നത്, വഫീ ളില്ലിഹിം, ജനങ്ങളൊക്കെ പോയിരിക്കുന്ന കാറ്റുകൊള്ളുന്ന തണലുകളിലും മലമൂത്ര വിസർജനം നടത്തുന്നത് അള്ളാഹുവിന്റെ ശാപം വിളിച്ചു വരുത്തുന്നതാണ്. സൂക്ഷിച്ചോളിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പരിസര ശുചീകരണത്തിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഉദാഹരണമാണിത്. ഈ രംഗങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വഷളാക്കി വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. അപ്പം അത്രയേറെ. അതുപോലെ തന്നെ വിശ്വാസം 70 ചെല്ലുവാനും ശാഖയാണ്. അതിലേറ്റവും ഉദാത്തമായത്, ഉന്നതമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ്. അതിലേറ്റവും താഴേക്കിടയിലുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്, ഉപദ്രവം ഉണ്ടാക്കലല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങൾ കൊണ്ടുപോയി മനുഷ്യൻ സഞ്ചരിക്കുന്ന വഴികളിലും അവരുടെ വെള്ളം ഒഴുകുന്ന കേന്ദ്രങ്ങളിലൊക്കെ കൊണ്ടുപോയി നമ്മൾ തട്ടിയിട്ടാൽ ഉണ്ടായേക്കാവുന്നത് ഈ ശാപവും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായതല്ലേ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ചുരുക്കത്തിൽ പരിശുദ്ധ ഇസ്ലാം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുകയും പ്രകൃതിയോട് പോലും പരിസ്ഥിതിയോട് പോലും അവൻ എങ്ങനെ വർത്തിക്കണം, ഇണങ്ങി നിൽക്കണം, എല്ലാ ജീവജാലങ്ങളോടും മൃഗങ്ങളോടും സസ്യലതാദികളോടും എല്ലാറ്റിനോടും ഏത് രൂപത്തിലായിരിക്കണം അവന്റെ സമീപനം എന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതാണ് ഞാനും നിങ്ങളും ഉൾക്കൊള്ളേണ്ടത്. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല ഇത്തരം കാര്യങ്ങൾ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹു നിശ്ചയിച്ചു തന്ന പ്രവാചകനിലൂടെ പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഏറ്റവും നല്ല വിശ്വാസികളും വിശ്വാസിനികളുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ഇന്നത്തെ ദിവസം സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരു യുവാവിനെ കുറിച്ച്, വള്ളം മുങ്ങി മരിച്ചു പോയതിനെ കുറിച്ച് ഇങ്ങനെ കാണാനിടയായി. ഈലാഫിന്റെ പ്രവർത്തകനാണ്, ISFന്റെ പ്രവർത്തകനാണ്. ചാലിയാറില് എപ്പോഴും അവിടെ ഈ മാലിന്യങ്ങൾ വന്നടിയുമ്പോൾ ആരുടെയും സഹായമില്ലാതെ വള്ളവുമായി പോയി ആ മാലിന്യങ്ങൾ മുഴുവനും കരക്കടിപ്പിക്കുന്ന ആ രൂപത്തിൽ ജീവിതം ചിട്ടപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു, മീൻപിടുത്തക്കാരനുമായിരുന്നു. ഇന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അങ്ങനെ പോയപ്പോൾ വെള്ളം മറിഞ്ഞ് മരണപ്പെട്ടു പോയി. നമ്മളുടെയൊക്കെ അടുത്ത് ആദർശമായി ബന്ധപ്പെടുന്ന ഒരു സഹോദരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളും അല്ലാഹു പൂർണ്ണമായി സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന് നമുക്കും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബത്തിന് അല്ലാഹു ക്ഷമയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ 13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിക്ക് അടുത്ത തിങ്കളാഴ്ച ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയുടെ ഹൃദയ ശസ്ത്രക്രിയ വിജയപ്രദമാക്കി കൊടുക്കുകയും പൂർണ്ണാരോഗ്യവാനായി വളർന്ന് ആ കുടുംബത്തിന്റെ അത്താണിയായി മാറുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഴക്കാലം തുടങ്ങി പലയാതി പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അതിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.